നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. അപകീർത്തിക്കെതിരെ നിയമപരമായി LDF കൺവീനർ A. വിജയരാഘവന്റെ മോശം പരാമർശത്തിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പരാതി നൽകി. തനിക്കെതിരായ പരാമർശം ആസൂത്രിത നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് DYSPക്ക് പരാതി നൽകിയ ശേഷം രമ്യ മാധ്യമങ്ങളോട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം മോശം പരാമർശത്തിൽ വിജയരാഘവൻ വിശദീകരണം നൽകിയതിന് പിന്നാലെ പ്രസ്താവന മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. പറഞ്ഞു പരത്തുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ. കോൺഗ്രസും ലീഗും തോൽക്കുമെന്നാണ് പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത്. ആരെക്കുറിച്ചും മോശമായി പറയുന്ന പ്രസ്ഥാനമല്ല CPM എന്നും പ്രതികരണം. LDF കൺവീനറെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിജയരാഘവൻ പറഞ്ഞത് രാഷ്ട്രീയമായ കാര്യമെന്ന് കോടിയേരി. ഇല്ലാത്ത കാര്യങ്ങൾ വിജയരാഘവന്റെ വായിൽ തിരികെ കയറ്റുന്നുവെന്നും പ്രതികരണം. വിജയരാഘവനെ ന്യായീകരിച്ച് ആലത്തൂർ സ്ഥാനാർത്ഥി PK ബിജുവും രംഗത്തെത്തിയിരുന്നു. അതേസമയം വിജയരാഘവന്റെ വാക്കുകൾ അനവസരത്തിലാണെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പൊതുവിലയിരുത്തൽ. വിമർശിച്ച് NSS. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി NSS. ശബരിമലയെ തകർക്കാൻ സർക്കാർ അധികാരവും ഖജനാവും ഉപയോഗിച്ചെന്ന് വിമർശനം. BJPയും കോൺഗ്രസും രാഷ്ട്രീയ വിജയം കൊയ്യാനുള്ള അവസരമായി ശബരിമലയെ ഉപയോഗിച്ചെന്നും NSS മുഖപത്രമായ സർവീസിൽ പരാമർശം. അധികാരം കയ്യിലുള്ള സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണമെന്ന വിശ്വാസികളുടെ മൗലികാവകാശത്തെ സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും മുഖപത്രത്തിൽ NSS. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NSS സമദൂര നിലപാട് തുടരും. വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആർക്കാണ് അവകാശമുള്ളതെന്ന് വിശ്വാസി സമൂഹം തീരുമാനിക്കട്ടെ എന്നും ലേഖനത്തിൽ പരാമർശം. CBI പറയണം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് ഏറ്റെടുക്കുന്നതിൽ നിലപാടറിയിക്കാൻ CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം. നടപടി കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ. നിലവിലെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കണം. CPM നേതാക്കൾ പ്രതികളായ കേസിന്റെ അന്വേഷണം ഫലപ്രദമല്ലെന്നും ഉന്നതർ ഉൾപ്പെട്ട ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഹർജിയിൽ ആവശ്യം. കേസ് അടുത്ത മാസം 12-ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയത്. അന്വേഷണം വൈകിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിക്കുന്നതെന്ന് ബന്ധുക്കളുടെ ആരോപണം. വിശദീകരണം തേടി ഹൈക്കോടതി. മന്ത്രി KT ജലീലിനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ബന്ധുനിയമന പരാതിയിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം. നടപടി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നൽകിയ ഹർജിയിൽ. വിഷയത്തിൽ അഴിമതി നിരോധന പരിധിയിലുള്ള നടപടി ഉണ്ടായോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. യോഗ്യതാ മാനദണ്ഡത്തിൽ ഭേദഗതി ചെയ്തപ്പോഴും നിയമനം നടത്തിയപ്പോഴും ആരെങ്കിലും നിയമപരമായി ചോദ്യം ചെയ്തിരുന്നുവെന്ന് ഹർജിക്കാരനായ ഫിറോസിനോട് കോടതി ആരാഞ്ഞു. കേസ് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കും. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി ജലീലിനെതിരെ അന്വേഷണമില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പരാതിയിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. പരാതിയിൽ തുടർ നടപടി വേണ്ടെന്ന് സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചു. ഹാർദിക്കിന് തിരിച്ചടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പട്ടേൽ പ്രക്ഷോഭ നേതാവ് ഹാർദിക് പട്ടേലിന്റെ നീക്കത്തിന് തിരിച്ചടി. ഹാർദിക് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഉടൻ പരിഗണിക്കില്ല. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട സാഹചര്യം എന്തെന്ന് ചോദ്യം. ഹാർദിക്കിനെതിരായ മഹാരാഷ്ട്ര, ഗുജറാത്ത് കോടതികളുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിരീക്ഷണം. മുൻവിധി ഏപ്രിൽ 4-ന് മുൻപായി സുപ്രീംകോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ ഹാർദിക്കിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. വിസ്നഗറിൽ 2015-ൽ സംവരണ പ്രക്ഷോഭത്തിനിടെ MLAയുടെ ഓഫീസ് തകർത്ത കേസിലാണ് ഹാർദിക്കിന് സെഷൻസ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. 17 FIRകൾ പ്രതിക്കെതിരെ ഉള്ളതിനാൽ കുറ്റകരമായ പശ്ചാത്തലമുണ്ടെന്നും കോടതി നിരീക്ഷണം. അയവില്ലാത്ത പ്രതിസന്ധിയിൽ. ബ്രിട്ടനിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. പാർലമെന്റിലെ നിയന്ത്രണം MP-മാർ ഏറ്റെടുത്ത ശേഷം നടത്തിയ 2ാം വോട്ടെടുപ്പും പരാജയം. ബ്രെക്സിറ്റ് കരാർ നടപ്പാക്കുന്നതിനായി മുന്നോട്ട് വെച്ച 4 ബദൽ നിർദ്ദേശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്റ് തള്ളി. 2ാം തവണയും ബദൽ നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷം നേടാനാകാതെ പരാജയപ്പെട്ടതോടെ അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ച് പ്രധാനമന്ത്രി തെരേസ മെയ്. ഇതോടെ ഏപ്രിൽ 12-ന് കരാറില്ലാതെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള സാധ്യതകൾ ഏറി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.